ഗായ്സ് വെൽക്കം. നമ്മളൊരു വണ്ടി എടുക്കാൻ പോവാണ് ന്യൂകാസിലില്. നമ്മൾ ബൈറോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണിക്കൂറുണ്ട് നമുക്ക് ട്രാവല്. ഓൾമോസ്റ്റ് ഹാഫ് കഴിഞ്ഞു. നമ്മൾ 4 പേരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൺ ദി വേയിലാണ്. ഷോ ദി വ്യൂ. ഇതാണ് നമ്മുടെ ഡ്രൈവർ അലൻ അഗസ്റ്റിൻ. ആണ് നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ 5 ദിവസം രാവിലെ 7 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പം ഏകദേശം സമയം 10-15 ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരു 2 hours കൂടെ നമുക്ക് റൈഡ് ചെയ്യാനുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പം നമ്മൾ പീറ്ററിൽ എത്താറായിട്ടുണ്ട്. അലനാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. വണ്ടിയുടെ ഇൻഷുറൻസും കാര്യങ്ങളും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഒരാൾക്ക് മാത്രമേ അതിനകത്ത് യാർഡിനകത്ത് പ്രവേശനമുള്ളതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ വണ്ടിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഫോർക്ക് ലിഫ്റ്റിൽ കൂടാണ് വണ്ടി പുറത്തിറക്കി തരുന്നത് അവർ. ആർക്കും അകത്തോട്ട് പ്രവേശനമില്ല. അപ്പം അലനാണ് വണ്ടി എടുക്കാൻ പോയിരിക്കുന്നത്. വണ്ടി കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് നമുക്ക് പുറത്തിറക്കിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി. മസ്ത MX3. വണ്ടിക്ക് പ്രൈവറ്റ് പ്ലേറ്റ് ആണ്, അതല്ല അതിൻ്റെ ഒറിജിനൽ പ്ലേറ്റ്. വണ്ടി ക്ലീൻ വണ്ടിയാണ്. വേറെ ഡാമേജസും കാര്യങ്ങളൊന്നുമില്ല. അപ്പാർട്ട് ഫ്രം ബാക്കിലുണ്ടായിരുന്ന ആ ചെറിയ ഡാമേജ് മാത്രമുള്ളത് നമുക്കിപ്പോൾ കാണാം. ഇതാണ് വണ്ടിയുടെ മെയിൻ ഡാമേജ് എന്ന് പറയാനായിട്ട്. ചെറിയൊരു ബമ്പർ ഡാമേജ് മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ജസ്റ്റ് ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം. വണ്ടി നോർമൽ ക്ലീൻ വണ്ടിയാണ്. വണ്ടിക്ക് അങ്ങനെ വേറെ ഡാമേജസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്. വണ്ടി വളരെ ലോ മൈലേജ് വണ്ടിയാണ്. വളരെ കുറച്ച് മൈൽസ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 57,000 മൈൽസ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് വണ്ടിക്ക് വേറെ വാണിംഗ് ലാംപ്സോ കാര്യങ്ങളൊന്നുമില്ല. വാണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. പ്രിൻസാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. പ്രിൻസിൻ്റെ പേരിലാണ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. നമ്മൾ ടോ ചെയ്തുകൊണ്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രിൻസാണിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എയർ റോഡിൽ കൂടെയാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചു പോകാനും ഏകദേശം 5-5.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ ബൈ റോഡ് പോകാൻ വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ എല്ലാവരും വളരെ ടയേർഡുമാണ്. കാരണം നമ്മൾ ഇത്ര ലോങ് വന്നപാടെ തന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ തിരിച്ച് നമ്മൾ ലണ്ടനിലേക്ക് പോവുകയാണ്. നമ്മൾ വണ്ടി എടുത്തത് വെഹിക്കിൾ ഓപ്ഷൻ വഴിയാണ്. വെഹിക്കിൾ ഓപ്ഷൻ വഴി എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ദൂരം വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അതാണ് അതിൻ്റെ റീസൺ. നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല വണ്ടി ആയതുകൊണ്ട് നമ്മൾ വലിയ മേജർ ഡാമേജസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര ദൂരം വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മളപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഷെഫീൽഡ് യോർക്ക് ഏകദേശം അടുത്തെത്താറായി. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു വണ്ടി ആ ഒരു വണ്ടീനെ പുള്ളി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ളൊരു സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തത് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് കുറേ എല്ലാ കാര്യങ്ങളും നോക്കി. ഇനി നമ്മുടെ മുമ്പിൽ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്കവറി വാൻ വിളിക്കുക, അതിനകത്ത് ഇവിടുന്ന് കയറ്റി നമ്മുടെ വീട്ടിലേക്ക് വണ്ടി എത്തിക്കുക എന്നൊരു ഒറ്റ കാര്യം നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പം ഫ്രണ്ട്സ് ഓൾറെഡി റിക്കവറി വാൻ ബുക്ക് ചെയ്തു. നമ്മളിപ്പോൾ 5 മണി തൊട്ട് ഇപ്പോൾ ഏകദേശം 6:30 ആയില്ലേ, 6:30 വരെ ഇവിടെ റിക്കവറി വാനിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 7:15 ആകുമ്പോൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ബാക്കി നമുക്ക് റിക്കവറി വാനിൽ കയറുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞ് കാണാം. റിക്കവറി വാനിൽ എത്തിയിട്ടുണ്ട്. റിക്കവറി വാൻ ഇവിടെ വന്നു. നമ്മുടെ വണ്ടീൻ്റെ മേളിൽ കയറി. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, ഫുള്ള് ഇരുട്ടാ, അതുകൊണ്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇങ്ങനെ കിടക്കുന്നു. റിക്കവറി വാൻ ഇവിടെ ഉണ്ട്. പുള്ളി അതിൻ്റെ ഡ്രൈവർ അപ്പർ സൈഡിലുണ്ട്. എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല. ഗൈസ്, നമ്മളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വണ്ടി റിക്കവറി വാനിൽ കയറ്റിയിട്ടുണ്ട്. തൊട്ട് മുന്നിൽ പോകുന്നുണ്ട്. ഇനി നമ്മൾക്ക് വീട്ടിലേക്ക് എത്താനായിട്ട് ഒരു 3 മണിക്കൂറും കൂടെ ഉണ്ട്. റിക്കവറി ട്രക്ക് എല്ലാവരും കാണാൻ വിചാരിക്കുന്നു. പുള്ളി നമ്മളോട് പറഞ്ഞത് പുള്ളീനെ പിടിക്കാൻ ആർക്കും പറ്റത്തില്ല, നിങ്ങൾ 10 മിനിറ്റ് മുമ്പേ പോക്കോ, പുള്ളി നമ്മളെ ക്യാച്ച് ചെയ്യുന്ന പറഞ്ഞേ.
അപ്പൊ നമ്മൾ പറഞ്ഞു സാരമില്ല, നമ്മളൊപ്പം പിടിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി വെട്ടിയും പോകാൻ പോലെ പോകുന്നത്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 12 മണി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് വളരെ ടയർഡ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഇതിൻ്റെ റിപ്പയർ വീഡിയോസൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മിസ്സാക്കിയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.